നമ്മുടെ ചെടികളെല്ലാം ഒന്ന് വെട്ടി നിർത്തി. മഴ പെയ്തു തുടങ്ങിയുണ്ട്. അപ്പോൾ കാട് പോലെ വളർന്നു പോയായിരുന്നു. എന്നാൽ 2 വശത്തെ ചെടികൾ എല്ലാം വെട്ടി. വെട്ടി നിർത്തിയപ്പോഴാണ് അതിനിടയ്ക്കോടെ ഓരോ കുരുവിക്കൂട് കണ്ടത്. പക്ഷെ കുരുവികളെല്ലാം കുഞ്ഞുങ്ങളെയൊക്കെ വിരിയിച്ച് കൊണ്ടുപോയി. ആ കുഞ്ഞുങ്ങളെയൊക്കെ വിരിയിച്ച് കുരുവികൾ, ഇതിലൊക്കെ ഇഷ്ടംപോലെ കുരുവികളുണ്ടായിരുന്നു. ഇതൊക്കെ കുരുവിയുടെ കൂടായിരുന്നു. അതൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ വിരിയിച്ച് അവർ കുരുവിക്കൂട്ടിൽ നിന്ന് കണ്ട വിരിയിച്ച് കൊണ്ടുപോയി. ഇപ്പം മിക്കവാറും ഇതിനകത്തേക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് കിളികൾ കയറിപ്പോണം നമുക്ക് കാണാമായിരുന്നു. അത് നമ്മുടെ യെല്ലോ പാമാണ്. പിന്നെ തട്ടായിട്ട് 3 തട്ടിലും അങ്ങനെ 2 വശത്തങ്ങനെ 6 റോയൽ പാമുണ്ട് നമുക്ക്. പിന്നെ എൻ്റെ ആമ്പൽക്കുളം ഒന്ന് വൃത്തിയാക്കണം. നല്ല റോസ് കളറുള്ള അമ്പൽപ്പൂക്കളാണ്. നമ്മളെ മീൻകുളമാണ്. മീൻകുളത്തിൽ കിടന്ന മീനുകൾ സിലോപ്പിയ ഒരുവിധം 1/2 കിലോയോളം വലിപ്പം വെച്ചാണ്. അതിനെയൊക്കെ ഞങ്ങൾ 2 ആഴ്ച മുമ്പ് പിടിച്ച് വറുത്തു അമ്പലക്കുളത്തിൽ. കുരുവിയുടെ കൂട് ഉണ്ടോ. ഇതിനകത്തൊക്കെ ചെറിയ കുരുവിക്കൂടാണ്. ഒക്കെ കുഞ്ഞുങ്ങളെയൊക്കെ അവർ പറത്തിക്കൊണ്ട് പോയി. കണ്ടോ കുരുവിക്കൂട്. ഇതിലായി നമുക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ കുരുവികളൊക്കെ ഇതിലേക്ക്. ഇതിനകത്ത് 2-3 കൂടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും വെട്ടിയപ്പോഴത്തേനും കുരുവികളൊക്കെ പറത്തിക്കൊണ്ട് പോയി. ഇത് ഉണ്ട് യെല്ലോ പാം. ഇതൊക്കെ കിളിർത്ത് റെഡ് കളർ പോലെ വരും. ഇപ്പോൾ എല്ലാം വെട്ടി നിർത്തിയേക്കാണ്. നമ്മുടെ അമ്പൽക്കുളം ഇതിന് നല്ല മുഴുത്ത പൂക്കളാട്ടോ. ഒത്തിരി വളമൊക്കെ ഇട്ട് കൊടുത്തൊന്ന് ക്ലീനാക്കണം. മുഴുത്ത പൂക്കളാണ് അമ്പൽക്കുളത്തിലുണ്ടാകുന്നത്. യെല്ലോ പാം. ഇത് 6 എണ്ണമുണ്ട്. മിക്ക ഇതുപോലത്തെ കൂടുകളിലും കുരുവിക്കൂടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ മുറ്റത്ത് ഉണ്ടോ കുറേ റെഡ് പാമ്പുകൾ നിൽപ്പുണ്ട്. അതിനകത്തൊക്കെ ഈ മഞ്ഞക്കിളിയില്ലേ, മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേന്ന് തോന്നുന്നു. സന്ധ്യ ആകുമ്പോഴത്തേനും മഞ്ഞക്കിളികളെല്ലാം വന്ന് അതിലേക്ക് കയറുന്ന കാണാം. അതിനകത്തൊക്കെ മഞ്ഞക്കിളിയുടെ കൂടുണ്ട് പാമ്പിനകത്തൊക്കെ. കഴിഞ്ഞ് സന്ധ്യ ആവാറായി. ഒരു മഴയൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് മഞ്ഞക്കിളികളൊക്കെ വന്നു തുടങ്ങി. കപ്പളത്തായിരുന്നു ഉണ്ടോ. ഇതെല്ലാം ഇങ്ങനെ പാമ്പുകളാണ്. അത് ആറി തുടങ്ങി. പിന്നെ കുറച്ച് ചെമ്പരത്തി ഉണ്ട്. ചെമ്പരത്തിപ്പൂ ഞാൻ പറിച്ച് ഇടയ്ക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കും. കാരണം വെള്ളം കുടിപ്പിച്ച് തിളയ്ക്കാതെ ഷുഗറിനും പ്രഷറിനും നമ്മുടെ സ്കിന്നിനും ഒത്തിരി ഔഷധ ഗുണങ്ങളുണ്ട്. ചെമ്പരത്തിക്ക കുറച്ച് വെട്ടിക്കളഞ്ഞാൽ ഞാൻ ബാക്കി വെട്ടാതെ നിർത്തിയിരിക്കാം. കണ്ടോ കിളികളെല്ലാം ചിലച്ച് വരണം കേട്ടോ. ഈ റെഡ് പാമ്പിലേക്കെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക്
മഞ്ഞക്കിളി കയറി പോകുന്നതാണ്. ഇനി അതൊക്കെ വലുതായി വരുമ്പോഴാണ് ഗാർഡന് ഭംഗിയായിട്ട് വരുന്നത്. നമ്മളാ താഴെ വെട്ടി നിർത്തിയേക്കുന്ന ഇതിൻ്റെ പേര് എനിക്ക് എന്തൊരു സൗണ്ടാണ് കിളികളുടെ. ഇത് കൊന്നപ്പൂവല്ല, എന്നാലും കാണാൻ വളരെ ഭംഗിയുള്ള ഒരു മഞ്ഞപ്പൂവാണ്. കുറേ ഉണ്ടായിരുന്നു, കുറച്ചൊക്കെ ഒരു പോയി അത് കണ്ടോ. നല്ല ഭംഗിയുള്ള പൂക്കളാണിത്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്താലേ ഇതൊക്കെ ഭംഗിയായിട്ട് നോക്കും. പിന്നെ ചെത്തിപ്പൂക്കൾ ഇത് വെട്ടി നിർത്തിയേക്കാണ്. ചെത്തി അടിപൊളിയായിട്ട് ചെത്തിപ്പൂക്കൾ. പിന്നെ റെഡ് ചെത്തിയുണ്ട്. റൗണ്ടിലുള്ളൊരു ചെടി ഇങ്ങനെ വലിയൊരു പോട്ടിനകത്ത് റൗണ്ടിൽ വെട്ടി നിർത്തിയേക്കുന്നതാണ്. കമ്പി കെട്ടി റൗണ്ടിൽ അവർ സെറ്റ് ചെയ്താണ് നമ്മൾ വാങ്ങിച്ചത് തന്നെ. പിന്നെ നമ്മളത് വെട്ടി നിർത്തും. എൻ്റെ പേരും എനിക്കത്ര പിടുത്തമില്ല. നല്ല ഭംഗിയാണ് കാണാൻ. വൈറ്റ് പോട്ടിൽ